JNU വിഷയത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രം നിലപാട് തിരുത്തി. കനയ്യകുമാറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ കാരണം ദില്ലി പോലീസിന്റെ അമിതാവേശമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കമ്മ്യൂണിസ്റ്റുകാർ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചിട്ടില്ലെന്നും വിശദീകരണം. അതേസമയം കനയ്യകുമാറിന് ക്ലീൻ ചിറ്റ് ഇല്ലെന്നും തെളിവുകളുണ്ടെന്നും ദില്ലി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, ദില്ലി പോലീസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും രണ്ട് തട്ടിലേക്ക് പോകുന്നു. നേരത്തെ വിവിധ കോണുകൾ, വിദ്യാർത്ഥികൾ അടക്കമുള്ള വിവിധ കോണുകൾ ഉന്നയിച്ചതിലെ ആവശ്യങ്ങൾ ശരിവെക്കുന്ന വൈരുദ്ധ്യമാണ് ഭരണപക്ഷത്ത് നിന്നെത്തുന്നത്. ദില്ലി പോലീസിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മുഖത്ത് നിന്ന് എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, എന്തായാലും JNUവിൽ ഇത്തരത്തിലൊരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. കനയ്യകുമാർ ഇത്തരത്തിൽ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടില്ലെന്നും കനയ്യകുമാറിനെതിരെ ദില്ലി പോലീസ് അറസ്റ്റും മറ്റും രേഖപ്പെടുത്തിയത് തിടുക്കപ്പെട്ട ചില നടപടികളായിരുന്നെന്നും ദില്ലി പോലീസിലെ തന്നെ ചിലരുടെ താല്പര്യം ആയിരുന്നു ഇതിന് പിന്നിലെന്നും എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പാകെ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ നിലപാടിൽ ദില്ലി പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോലീസ് കമ്മീഷണർ BS ബസി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷവും ബസി പ്രതികരിച്ചത് രാജ്യദ്രോഹ കുറ്റങ്ങൾ അടക്കം ചുമത്തിയത് വ്യക്തമായ തെളിവുകൾ ദില്ലി പോലീസിന് ലഭിച്ചതുകൊണ്ടാണ്. അതിനാൽ തന്നെ കനയ്യകുമാറിന് ക്ലീൻ ചീറ്റ് നൽകാനാകില്ലെന്നുമാണ് എന്തായാലും ദില്ലി പോലീസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിചിത്രമായ റിപ്പോർട്ടാണ് ദില്ലി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുമ്പാകെ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഹോസ്റ്റൽ മെനുവിൽ ഉൾപ്പെടുത്തണമെന്നും ഒപ്പം നവരാത്രി ദിനാഘോഷത്തിൽ അസുര ആരാധന നടത്തി എന്നതുമൊക്കെയാണ് രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തുന്നതിന് കാരണമായി ദില്ലി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് 2 മണിക്ക് കനയ്യകുമാറിനെ ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. നിലവിൽ പോലീസ് കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ തന്നെ ഇപ്പോഴും എന്തായാലും ദില്ലി പോലീസ് ജാമ്യാപേക്ഷ നിന്ന് തടയുന്നതിലേക്കാകും എന്തായാലും ദില്ലി പോലീസ് കടക്കുകയും ചെയ്യുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം VS അച്യുതാനന്ദൻ JNUവിൽ സന്ദർശിക്കുന്നുണ്ട്. പ്രതിഷേധവും കൂടുതൽ പുകയുകയാണ്. വിദ്യാർത്ഥികൾ മുഴുവൻ സമയ ബഹിഷ്കരണമാണ് JNUവിൽ നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് ഉയരുന്നത്. അജിംഷ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് JNU സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് VS അച്യുതാനന്ദൻ സന്ദർശിക്കുക. JNU വിഷയത്തിൽ പ്രതികരിച്ചതിന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് എംപിക്ക് ഭീഷണി. ഗുജറാത്തിൽ നിന്നും ആണെന്നാണ് ഭീഷണിക്കാരൻ പറഞ്ഞത്. ഫോൺ വിളിയായി എത്തിയ ഭീഷണിയിൽ പാകിസ്ഥാനു വേണ്ടി വാദിക്കുന്നവൻ എന്നൊക്കെ വിളിച്ചു പറഞ്ഞതായും കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇയാൾ വിളിച്ചതെന്നും MB രാജേഷ് MP പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് SPക്ക് പരാതി നൽകിയെന്നും രാജേഷ് അറിയിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തതിനെയും ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരാവകാശ ലംഘനങ്ങളെയും രാജ്യാന്തര പണ്ഡിത സമൂഹം അപലപിച്ചു. നോം ചോംസ്കി, ഒർഹാൻ പമുക്, NV രാമണ്ണ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക ശാസ്ത്ര മേഖലകളിലെ എഴുത്തുകാരായ 85 പ്രമുഖരാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിച്ചമർത്തലുകളെയും അടിയന്തരാവസ്ഥയെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയിലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലും താൽപ്പര്യമുള്ളവരെല്ലാം ശക്തമായി ഇതിനോട് പ്രതിഷേധിക്കണമെന്നും പണ്ഡിത സമൂഹം ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകളിലേക്ക്. P. ജയരാജനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന അപേക്ഷ CBI പിൻവലിച്ചു. തലശ്ശേരി കോടതിയെ CBI ഇക്കാര്യം അറിയിച്ചു. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, നേരത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കയാണ് CBI അറിയിച്ചത്. എന്നാൽ P. ജയരാജൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചതുപോലെയുള്ള ആശങ്കകൾ ശരിവെക്കുന്നതാണോ CBIയുടെ ഇപ്പോഴത്തെ പിന്മാറ്റത്തിന് പിന്നിൽ? എന്തൊക്കെയാണ് അഭിഭാഷകൻ പറഞ്ഞത്?
അജിംഷാദ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന CPM നേതാവ് PJ രാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. ഏകദേശം 11:20 ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു കോടതിയിൽ. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാവൂ എന്നാണ് ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ഹർജി തള്ളാനുള്ള സാഹചര്യം ഒത്തുവന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് CBI ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് PJ രാജന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ 16 മുതൽ 3 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് നടപ്പിലാക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് എപ്പോഴാണോ ആശുപത്രിയിൽ നിന്നും വിട്ടുകിട്ടാനുള്ള സാധ്യത കൂടി വരുന്നത് ആ ദിവസങ്ങളിൽ വീണ്ടും ഇത്തരത്തിലൊരു ഹർജി വിട്ടുകിട്ടണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഫയൽ ചെയ്യും എന്നാണ് അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അജിംഷാദ്. ശരി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. പി ജയരാജനെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്ന അപേക്ഷയിൽ നിന്നും CBI പിൻവലിഞ്ഞു. തലശ്ശേരി കോടതിയെ CBI ഇക്കാര്യം അറിയിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ജോഷില നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ചേർത്തല പള്ളിപ്പുറത്ത് RSS സംഘം CPIM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. ഷിബു എന്ന 38 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച മർദ്ദനത്തിൽ പരിക്കേറ്റ ഷിബു ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, എങ്ങനെയായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, ചേർത്തല പള്ളിപ്പുറത്ത് പ്രാദേശികമായിട്ട് RSS പ്രവർത്തകർ നടത്തി വന്നിരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെ പരാതി നൽകിയതിന്റെ പേരിലാണ് CPM പ്രവർത്തകനായിട്ടുള്ള യുവാവിന് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പള്ളിപ്പുറം സ്വദേശി ഷിബുവിന്റെ വീട്ടിൽ കയറി ഒരു സംഘം RSS പ്രവർത്തകരെ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചത്. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വഴിയിൽ വെച്ച് 20ഓളം വരുന്ന RSS സംഘം ഷിബുവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി മരണപ്പെട്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM ഇപ്പോൾ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ചേർത്തല താലൂക്കിൽ ഹർത്താൽ ആചരിച്ചു വരികയാണ്. ശരി ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. JNU കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ നാടകീയ രംഗങ്ങൾ. അഭിഭാഷകർ കോടതിക്കുള്ളിൽ BJP അനുകൂല മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിച്ച അഭിഭാഷകനെ പോലീസ് പുറത്താക്കി. അഭിഭാഷകനെ സുപ്രീം കോടതി പിന്നീട് ശാസിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് സ്റ്റർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമാണ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ നടക്കവേ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിയും കോടതി തടസ്സപ്പെടുന്ന സംഭവവും. സന്തോഷ് സ്റ്റർലിംഗ് ആണ് വിശദാംശങ്ങൾ നൽകാൻ ശ്രമിച്ചത്. എന്നാൽ ടെലിഫോൺ ലൈനിലേക്ക് പോകാനാകുന്നില്ല. തീർച്ചയായും തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി എത്താം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തു വന്നതോടെ വെള്ളാപ്പള്ളിക്ക് മിണ്ടാട്ടമില്ലാതായെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. BJPക്കാർക്ക് വേണ്ടതായതോടെ വെള്ളാപ്പള്ളി നടേശൻ കള്ളക്കളി കളിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും ദില്ലിയിൽ പ്രതികരിച്ചു. CPIM വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. അയാളും മകനും ഭാര്യയെ കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് ഇപ്പോൾ BJP ആയിട്ട് കൂട്ടുകെട്ടില്ല എന്ന് പറയുകയല്ലേ. ഇതല്ല അയാൾ പറയുന്ന ഒരഭിപ്രായം എന്നുള്ളതിന് അല്ലാതെ ഈ അയാളുടെ മൈക്രോ ഫൈനാൻസ് സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അയാൾ കേരളത്തിലെ ദശലക്ഷക്കണക്കായ സഹോദരിമാരോടും അമ്മമാരോടും ചെയ്തു. ഞാനത് തുറന്നു കാട്ടി. ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അവസരവാദ നിലപാടാണ്. RSSന് അനുകൂലമായ നിലപാടാണ് ഇപ്പോഴും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞ വഴിയിൽ കൂടി RSSനെ സഹായിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും ഉദ്ദേശം. തൻ്റേത് അവസരവാദ രാഷ്ട്രീയം തന്നെയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആദർശവാദ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലെന്നും അടവ് നയമാണ് നിലപാടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിപ്പോൾ അടവ് നയത്തിൻ്റെ കാലമാണ്. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. അവസരവാദ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവസരത്തിനൊത്ത് മുദ്രാവാക്യങ്ങളില്ലേ വേണ്ടത്. അപ്പോൾ അവസരത്തിനൊത്ത മുദ്രാവാക്യങ്ങളും അവസരത്തിനൊത്തുള്ള ചിന്തകളും പ്രായോഗിക ചിന്തകളുമാണ് വേണ്ടത്. അതല്ലാതെ
ആദർശവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തുകയില്ല. അവസരത്തിനൊത്ത് ഉണരാനും പ്രവർത്തിക്കാനും മുന്നേറാനും സാധിക്കണം. അതിനുള്ള അവസരത്തിനൊത്ത മുന്നേറ്റം ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിന് 19-ാം തീയതി കൂടി ആവശ്യമായ തീരുമാനങ്ങളെടുക്കും. അതുവരെ അല്പം കൂടെ കാത്തു നിൽക്കുക. റേഷൻ ഡിപ്പോ അനുവദിക്കുന്നതിൽ കൈക്കൂലി ചോദിച്ച കേസിൽ നിയമസഭ സ്തംഭിച്ചു. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന രാഷ്ട്രീയ പ്രേരിത കേസാണ് അടൂർ പ്രകാശിനെതിരായുള്ളതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അഴിമതി ആരോപണ വിധേയരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, കെ ബാബു എന്നിവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. ചോദ്യോത്തരവേളയിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് മറുപടി പറയവേ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ കോഴിക്കോട് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ആഴ്ചകളായി ചികിത്സയിലായിരുന്നു. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. മൃതദേഹം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വൈകിട്ട് 5-ന് കക്കട്ടിൽ കണ്ടോത്ത് കുനി ജുമാ മസ്ജിദിൽ ഖബറടക്കും. പുലർച്ചെയോടെയാണ് പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിലിന്റെ വിയോഗം സംഭവിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ന്യൂമോണിയ ബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. നർമ്മത്തിൽ ചാലിച്ച് ഏത് ഗൌരവമേറിയ വിഷയത്തെയും വായനക്കാരനിലേക്ക് എത്തിക്കാൻ സാധിച്ച പ്രിയ എഴുത്തുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് കോഴിക്കോട് ടൗൺഹാളിലേക്ക് എത്തിയത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, കെ.പി. രാമനുണ്ണി, പി.കെ. പാറക്കടവ്, സുഭാഷ് ചന്ദ്രൻ, നടൻ ശ്രീനിവാസൻ, മാമുക്കോയ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നമ്മെ വിട്ടുപിരിഞ്ഞാലും കഥകളിലൂടെ അക്ബർ എന്നും ജീവിക്കുമെന്നും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. പ്രത്യേക രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അധ്യാപക കാലഘട്ടത്തിലെ സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അധ്യാപക കഥകളും സ്കൂൾ കഥകളും നിരവധിയാണ്. അത് മുഴുവൻ വടക്കേ മലബാറിൻ്റെ പ്രത്യേകതരത്തിലുള്ള നർമ്മം ചാലിച്ചെഴുതിയ കഥകളായിരുന്നു. അത് അദ്ദേഹം മൺമറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കഥകൾ ഇവിടെ ജീവിക്കും. കൈരളി ടിവിക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ഇ അഷ്റഫും കോഴിക്കോട് റീജിയണൽ ചീഫ് പി.വി. കുട്ടനും അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈകിട്ട് 5 മണിക്കാണ് ജന്മനാട്ടിലെ കണ്ടോത്തുകുനി ജുമാ മസ്ജിദിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നർമ്മമധുരമായ ഭാഷയിൽ 50ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട് അക്ബർ കക്കട്ടിൽ. മലബാറിൻ്റെ നന്മ നിറഞ്ഞ ഭൂതവർത്തമാനങ്ങളെയാണ് കഥയാക്കിയത്. അധ്യാപക വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ നിഷ്കളങ്കതയുടെ രസവും കക്കട്ടിലിൻ്റെ കഥകളിൽ സദാ നിറഞ്ഞു നിന്നു. 1954 ജൂലൈ 7-ന് അബ്ദുള്ള കുഞ്ഞാമിന ദമ്പതികളുടെ മകനായി കോഴിക്കോട് കക്കട്ടിലായിരുന്നു ജനനം. ചെറുകഥാകൃത്തും നോവലിസ്റ്റും എന്നതിനപ്പുറം വേറിട്ട അധ്യാപന രീതി കൊണ്ടുകൂടി പ്രശസ്തനായിരുന്നു അക്ബർ കക്കട്ടിൽ. കൗമാരത്തിൽ തന്നെ എഴുത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് കടന്നു. കുഞ്ഞുണ്ണി മാഷായിരുന്നു എഴുത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് കടത്തിയത്. പിന്നീട് അങ്ങോട്ട് മലയാള സാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു കക്കട്ടിൽ. കാരൂരിന് ശേഷം അധ്യാപക വിദ്യാർത്ഥി വിഷയങ്ങളെ ഇതിവൃത്തമാക്കിയ കക്കട്ടിൽ വേറിട്ട ഭാഷാശൈലിയിലൂടെ തന്റെ ഇടം കുറിച്ചു. ജീവിതഭാരത്തിന്റെ അർത്ഥശൂന്യതകൾ വെളിവാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നർമ്മം. ഹാസ്യാത്മകമായി ജീവിതത്തിന്റെ പ്രയോജനപരമായ കച്ചവട നേട്ടങ്ങളെ അദ്ദേഹം അപഹസിക്കുമ്പോഴും മനുഷ്യനന്മയുടെ മൂല്യവത്തായ സംസ്കൃതിയുടെ സംസ്ഥാപനം എഴുത്തിൽ നിറച്ചു. വിദ്യാർത്ഥി അധ്യാപക സംവാദത്തെ ജീവിതത്തിന്റെ നിത്യഭാഷയായി അദ്ദേഹം നിലനിർത്തി. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1992 ഹാസ്യവിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ്
സ്കൂൾ ഡയറി എന്ന ലഘു ഉപന്യാസ സമാഹാരത്തിന് ലഭിച്ചു. 2004 നോവലിനുള്ള അവാർഡും സംസ്ഥാന ഗവൺമെന്റിന്റെ 2 അവാർഡുകളും ലഭിക്കുകയുണ്ടായി. 1998 മികച്ച നോവലായ സ്ത്രൈണം ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് നേടി. 2000 മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. 2002 വടക്കുനിന്നൊരു കുടുംബ വൃത്താന്തം അബുദാബി ശക്തി അവാർഡും കരസ്ഥമാക്കി. അങ്കണം സാഹിത്യ അവാർഡ്, SK പൊറ്റക്കാട് അവാർഡ്, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ അവാർഡ്, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് തുടങ്ങി അവാർഡുകളുടെ പെരുമഴക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ജീവിതം. വർത്തമാന പത്രങ്ങളിൽ അദ്ദേഹം എഴുതിയ കത്തുകൾ പോലും വേറിട്ട ശൈലിയിൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അതിലൊന്നിങ്ങനെ: പേനയിൽ മഷി തീർന്നു, കണ്ണുകളിൽ ഉറക്കം പിടികൂടുന്നു, ഇനി നിർത്തുന്നു ഈ കത്ത്. പക്ഷേ നിത്യതയുടെ ഉറക്കം ആ കണ്ണുകളെ താഴ്ത്തിയെങ്കിലും എഴുത്തിൽ തീർത്ത മഹാപ്രപഞ്ചം വായനക്കാരന് മുന്നിൽ കണ്ണടയുന്നില്ല, തീരുന്നില്ല. കൾച്ചറൽ ഡെസ്ക്, പീപ്പിൾ TV ന്യൂസ്. അക്ബർ കക്കട്ടിലിന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ തമാശയുണ്ടായിരുന്നു, നർമ്മബോധമുണ്ടായിരുന്നു. അങ്ങനൊരു ഭാസുരമായൊരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നും മാനവികതയുടെ പക്ഷത്ത് നിന്ന ഒരാളാണ് അദ്ദേഹം. മനുഷ്യബന്ധങ്ങൾക്ക് അമൂല്യത കൽപ്പിച്ച ഒരാൾ. ഈ സൗഹൃദങ്ങളുടെ രാജകുമാരൻ എന്നാണ് അക്ബറെ വിശേഷിപ്പിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ജീവിതത്തിലും കഥകളിലും നർമ്മം ധാരാളം പുലർത്തിയിരുന്നു. അക്കാഡമിയിലൊക്കെ ഇപ്പോൾ പെരുമ്പടവത്തിനൊക്കെ അറിയാം. അക്ബർ ഉണ്ടെങ്കിൽ അക്ബർ പെരുമ്പടവം പറഞ്ഞ പോലെ ആ സദസ്സ് അക്ബറുടെ സദസ്സാക്കി മാറ്റും. സഹപ്രവർത്തകൻ എന്ന നിലയിൽ, സുഹൃത്ത് എന്ന നിലയിലും അദ്ദേഹം വളരെ സജീവമായി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്നു എന്ന ഓർമ്മയാണ് ഇപ്പോഴുള്ളത്. മുതിർന്ന തലമുറയിലുള്ളവരും ചെറിയ തലമുറയിലുള്ളവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കഥാകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. അദ്ദേഹം ജീവിതം മുഴുവനും ആളുകൾക്ക്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്. ഈശ്വരന്റെ അടുത്തേക്കാണ് കഥയും തേടി അക്ബർ കക്കട്ടിൽ പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. കാരണം മാഷ് എഴുതിയിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ഭാഷയിലാണ്, ഏറ്റവും സാധാരണക്കാരനായ എൻ്റെ ജീവിതമാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുത്തന് എന്നിൽ ഒരു കഥയുണ്ടെന്ന് കാണാനുള്ള, അല്ലെങ്കിൽ ദൈവതുല്യമായ അവനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയും അതിനകത്ത് നിന്നുകൊണ്ട് ഒരു കഥയും കാണുന്ന ഒരു എഴുത്തുകാരനെയാണ് നമുക്ക് സത്യത്തിൽ നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു വലിയ സങ്കടമുണ്ട്. അത്രയും മനസ്സിന് നൈർമല്യമുള്ള മറ്റൊരു എഴുത്തുകാരനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. ഞങ്ങൾ കാണുമായിരുന്നു. ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 74-75 മണപ്പള്ളി കോളേജിലാണ് അക്ബർ കക്കട്ടിൽ പഠിക്കുന്നത്. പലപ്പോഴും കോഴിക്കോട് വന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വടകര ഞങ്ങളുടെ കേന്ദ്രമായിരുന്നു അന്ന് നമ്മുടെ പുനത്തിൽ കുഞ്ഞന്തിരുടെ ഇത്. ഞങ്ങൾ ഒരുമിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പല യോഗങ്ങളിലും പല ക്യാമ്പുകളിലും അക്ബറുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും. ഇന്നും നാളെയുമായി 2 ദിവസത്തേക്കാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത്. നിലവിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. JNU വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള RSS വേട്ടയാടലും ഭരണ പിന്തുണയോടെ രാജ്യത്ത് BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. അടുത്തുവരുന്ന കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും 2 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തും. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഫെബ്രുവരി 18 തൃശൂർ തൈക്കാട്ടുശ്ശേരിയിൽ നടക്കും. കേരള ഗവർണർ P. സദാശിവം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് വൈദ്യരത്നം ചെയർമാൻ ET നീലകണ്ഠ മൂസ് പറഞ്ഞു. ET പരമേശ്വര മൂസ്, KK വാസുദേവൻ, K. ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.